4ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ആദ്യത്തെ 2 അറ്റംപ്റ്റും വെറുതെ നമുക്കൊന്ന് നോക്കാം എന്ന് കരുതി ചെയ്തതാണ്. പിന്നെ നന്നായിട്ട് പഠിച്ചത് ഈ അറ്റംപ്റ്റിൽ കൂടുതലും, കാരണം നമുക്ക് സമയം വലിയ കുറവായതുകൊണ്ട് ക്ലാസ് കാണും, അതിനോടൊപ്പം PYQ ഡിസ്കഷൻ കൂടുതൽ സമയം എടുത്തിട്ടാണ് പഠിച്ചത് ഇത്തവണ. PYQ ഡിസ്കഷൻ ആയിരുന്നു കൂടുതൽ. ഞാൻ കണക്കിന് കുറച്ച് പുറകോട്ടായിരുന്നു, അപ്പം അതിൻ്റെ ഒരു ബേസിക് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിലുണ്ട്. എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ചും കൂടി ആഴത്തിൽ നോക്കിയേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ PYQ സാറിൻ്റെ ഇപ്പം എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റാറില്ല മിക്കപ്പോഴും, കാരണം ക്ലാസ്സുകളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പം കൂടുതലും ഞാൻ PYQയിലോട്ട് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ തന്നെ പോയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ കൂടുതലും ഞാൻ പറഞ്ഞാണ് PYQ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മലയാളത്തില് നെറ്റ് നേടിയ നൗഷിദയാണ്. നൗഷിദയുടെ പഠനയാത്രയും അതോടൊപ്പം തന്നെ നെറ്റിലേക്ക് എത്തിച്ചേർന്ന ജേണിയും നിങ്ങളോട് നൗഷിദയ്ക്ക് പറയാനുള്ള ചില ടിപ്പുകളും ഒക്കെ എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. വെൽക്കം നൗഷിദ. താങ്ക് യു സർ. ആദ്യമേ തന്നെ UGയും PGയും ഒക്കെ ചെയ്തത് എവിടെയാണെന്നും എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു, സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് എത്രാമത്തെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ടൊന്ന് പറയാമോ? ഞാൻ UG ചെയ്തത് ഫാത്തിമ മാത നാഷണൽ കോളേജ് കൊല്ലത്ത് തന്നെയായിരുന്നു. PG ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത്. പിന്നെ ഇപ്പം ഞാൻ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2ാമത്തെ വർഷം, ഫാത്തിമ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് പള്ളിമുക്ക്. പിന്നെ അറ്റംപ്റ്റ് 4ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ആദ്യത്തെ 2 അറ്റംപ്റ്റും വെറുതെ നമുക്കൊന്ന് നോക്കാം എന്ന് കരുതി ചെയ്തതാണ്. പിന്നെ നന്നായിട്ട് പഠിച്ചത് ഈ അറ്റംപ്റ്റിലായിരുന്നു. ഓക്കെ, BEdനോടൊപ്പം നേടി എന്നുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനും ഒരു കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. കമ്മീഷൻ എല്ലാം കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ സ്ട്രഗിളിനിടയില് 100,000 പേജ് എഴുതാനുണ്ടായിട്ടുണ്ടാവുമല്ലോ. അധികം എഴുതാനുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് നെറ്റ് നേടി. അപ്പൊ ഇനിയും JRFലേക്കുള്ള ജേർണി വളരെ ഈസി ആയിട്ട് നടക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ നെറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളം ആണെങ്കിലും പേപ്പർ 1 ആണെങ്കിലും ഏതൊക്കെ യൂണിറ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് ഒഴിവാക്കി? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചില ഫേവറേറ്റ് യൂണിറ്റുകളും ചില താല്പര്യം കുറഞ്ഞ യൂണിറ്റുകളും ഉണ്ടാവുമല്ലോ. മലയാളത്തില് അധികം എല്ലാം ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ട് കാലക്രമമൊക്കെ ഞാൻ തനിയെ പഠിച്ച് അങ്ങനെ എഴുതിയ മലയാളത്തിൽ കുറച്ചും കൂടെ സ്കോർ നേടിയത്. പിന്നെ മറ്റേതിനകത്ത് ഞാൻ ജനറൽ പേപ്പറിൽ PYQ ആയിരുന്നു കൂടുതലും, കാരണം നമുക്ക് സമയം വലിയ കുറവായതുകൊണ്ട് ക്ലാസ് കാണും, അതിനോടൊപ്പം PYQ ഡിസ്കഷൻ കൂടുതൽ സമയം എടുത്തിട്ടാണ് പഠിച്ചത് ഇത്തവണ. PYQ ഡിസ്കഷൻ ആയിരുന്നു കൂടുതൽ എനിക്ക് ഉപകാരപ്രദം. ഏതെങ്കിലും യൂണിറ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യാതെ വിട്ട് കളഞ്ഞ, അല്ലെങ്കിൽ പേടിയുള്ള യൂണിറ്റുകൾ? കാര്യം മലയാളം എടുത്ത കുട്ടികളാണ് I+ൽ ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ആയിരക്കണക്കിന് പേര് മെന്ററിംഗ് ആയിട്ടും അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ടും കാണും. കണക്കിന് ഏറ്റവും പേടിക്കുന്ന മനുഷ്യരായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. നൗഷിദയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? എനിക്ക് കണക്ക് ഭയങ്കര പേടിയാണ്. കണക്ക് ഒരു തവണ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഞാൻ കണക്കിന് കുറച്ച് പുറകോട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബേസിക് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിലുണ്ട്. അപ്പം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടേ ഇല്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് മറ്റേ ആഡ് ചെയ്യുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ പെർസെൻറ്റേജിലോട്ട് കിടക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ട് മിക്കപ്പോഴും തെറ്റിപ്പോവാൻ ചാൻസ് കൂടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ആ ഏരിയയിലോട്ട് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു സാധനത്തിനെ 100 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പാർട്ട് വരും എന്നുള്ളത് മാത്രമാണ് പെർസെൻറ്റേജിന്റെ കോൺസെപ്റ്റ്. ഞാനിപ്പോ ക്ലാസ് എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ കോഴ്സിലേക്ക് ഇനിയും വന്ന് DI പഠിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. കാര്യം JRFലേക്ക് എത്താൻ എത്ര ചോദ്യങ്ങൾക്കാ മിസ്സായത് ഇപ്രാവശ്യം? 10 ചോദ്യം. ആ മാത്തമാറ്റിക്കൽ റീസണിങ് വ്യൂവേഴ്സിന് വേണ്ടി കൂടി പറയാം. മാത്തമാറ്റിക്കൽ റീസണിങ്ങും DIയിലൂടെ 10 ചോദ്യമുണ്ട്. പലർക്കും ഈ ഒരു ട്രോമയായിരിക്കും, കുഞ്ഞുനാൾ തൊട്ടേ ഈ മാത്സ് ഇഷ്ടമല്ല അല്ലെങ്കിൽ വീക്കായിരുന്നു എന്നുള്ള ആ ചിന്തകൾ മാറ്റിവെക്കും. നമുക്കൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് നിലവാരത്തിലുള്ള മാത്സ് മതി. ഒന്ന് മനസ്സ് വെച്ചാൽ, കുറേ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, 100 കണക്കിന് കുട്ടികൾ അങ്ങനെ പഠിച്ച് JRFലേക്ക് നെറ്റിലേക്കും ഒക്കെ എത്തിയിട്ടുള്ളത്. 10ൽ 10 വേണ്ട, നമുക്കൊരു 6-7 ചോദ്യമൊക്കെ ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും. നിങ്ങളൂടി പഠിക്കണേ. നമുക്ക് DI പഠിക്കാനും മാത്തമാറ്റിക്കൽ റീസണിങ് പഠിക്കാനും ഒരുപാട് ഫ്രീ റിസോഴ്സും 1000 രൂപയിൽ താഴെയുള്ള DI മാസ്റ്റർ ക്ലാസ്സും എയിം JRF ഒക്കെ ഉണ്ട്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ മനസ്സ് വെച്ചാൽ, DIയുടെ ഒരു പ്രത്യേകത, ഒരു 10-30 സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതേ പാറ്റേണാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത തവണ എനിക്ക് ആ ഒരു വാഗ്ദാനം വേണം JRFന്.
ഞാൻ ഇതുപോലെ സെറ്റ് നേടിയ ഒരു കുട്ടിയുടെ അടുത്തേക്കാണ് ഇനി അടുത്തത് പോകുന്നത്, ഓച്ചിറയിലേക്ക്. അപ്പം സെറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നെറ്റ് വാങ്ങിയ അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ വരും എന്ന്. അപ്പോൾ ദൈവം അതിന് അനുവദിച്ചു. അടുത്ത തവണ JRF വാങ്ങിച്ചിട്ട് ഇവിടെ വരണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ആ വിഷൻ നിലനിർത്തി പഠിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വീക്ക് ഏരിയ നമ്മൾ കവർ ചെയ്തു. എന്തൊക്കെയായിരുന്നു സ്ട്രെങ്ത്? കഴിഞ്ഞ ഒരു പരീക്ഷ എഴുതി പഠിച്ചെഴുതി അതിന്റെ ഒരു പോരായ്മ വിലയിരുത്തി എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് എന്തൊക്കെയാ അഡീഷണൽ ആയിട്ട് ചെയ്ത്? അത് ഒരുപാട് പേര് ചെയ്യാൻ മിസ്സായി പോകുന്ന കാര്യം. എല്ലാവരും പഠിക്കും എഴുതും, എന്നാൽ പോരായ്മകൾ നോക്കി എന്തൊക്കെയോ എഴുതി വെച്ചു എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? ഞാൻ എപ്പോഴും വീഡിയോസ് മാത്രം കണ്ട് അങ്ങനെ അധികം സ്ട്രെങ്ത് കൊടുത്ത് പഠിക്കാറില്ലായിരുന്നു. വീഡിയോസ് കണ്ടു പോകും എന്നല്ലാണ്ട് PYQ ഒന്നും ആദ്യം ഞാൻ ചെയ്യത്തില്ലായിരുന്നു. പിന്നീട് ഒരു എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ചും കൂടി ആഴത്തിൽ നോക്കിയേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ PYQ സാറിൻ്റെ ഇപ്പം എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റാറില്ല മിക്കപ്പോഴും, കാരണം ക്ലാസ്സുകളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പം കൂടുതലും ഞാൻ PYQയിലോട്ട് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ തന്നെ പോയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ കൂടുതലും ഞാൻ പറഞ്ഞാണ് PYQ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. PYQ ഫോക്കസ് ചെയ്തിരുന്നു എന്നുള്ളത് പറഞ്ഞല്ലോ, ഒരുപാട് പേര് മിസ് ഔട്ട് ആവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പേടിയാ സത്യത്തിൽ PYQ ചെയ്യാന്നതെന്ന് മാറ്റി നിർത്തുന്നത് തെറ്റിയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പിള്ളേരോട് എപ്പോഴും പറയും, തെറ്റുന്ന ചോദ്യങ്ങളാണ് നമ്മളെ സഹായിക്കുന്നതെന്ന്. PYQ വർക്കൗട്ട് ചെയ്തപ്പോൾ ഈ തെറ്റിപ്പോയ ചോദ്യങ്ങൾ, വീക്കായിട്ടുള്ള ഏരിയകളിൽ മെച്ചപ്പെടാൻ എന്താ ചെയ്തത്? പിന്നെയും ട്രൈ ചെയ്തു, പിന്നെയും നോക്കി എനിക്ക് എവിടെയാണ് തെറ്റിയത് അത് ക്ലിയർ ചെയ്ത് പഠിച്ചു പോയത്. പരീക്ഷാ ഹാളിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് തന്നെ തോന്നി പരീക്ഷ ഇത്തവണത്തെ എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, കാരണം എല്ലാം ഒരുവിധം നമുക്ക് അറിയാവുന്നതായിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ജനറൽ പേപ്പർ ആണെങ്കിലും കുറച്ചധികം നമുക്ക് എന്താ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. മാത്തമാറ്റിക്കൽ റീസണിംഗ് പഠിച്ച അടുത്ത ഇതിലും സന്തോഷം. സിലോജിസവും കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ അത്രയും എന്ന് വെച്ചാല് അങ്ങോട്ട് എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഞാൻ സാറിന്റെ ക്ലാസ്സും കുറച്ച് PYQ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ലൈവ് അടക്കമുള്ള ക്ലാസ്സുകളുണ്ട്. 9 to 10 ആവുമ്പം വർക്കൊക്കെ കഴിഞ്ഞ് പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടാവും. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ കുട്ടികളോട്, ഇനി തയ്യാറെടുക്കുന്നവരോട്, ഈ 2 അറ്റംപ്റ്റ് നേടി ഇപ്പം നെറ്റിലേക്ക് എത്തി, അവരോട് പ്രിപ്പറേഷനിൽ എന്ത് ശ്രദ്ധിക്കാനായിട്ട് പറയും? ഒരു 2-3 പോയിന്റുകൾ അവരോട് പറയാമോ? നിങ്ങൾ മാക്സിമം DI ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അത് പഠിച്ചെടുക്കുക. ഇപ്പം എനിക്ക് തന്നെ ഇപ്രാവശ്യം നെറ്റ് JRFലോട്ട് എത്താൻ കഴിയാഞ്ഞത് DI ഒക്കെ വിട്ടതുകൊണ്ടാണ്. അതുപോലെ എവിടെയാണോ വീക്ക് പോയിന്റ് അവിടെ കണ്ടെത്തി കൂടുതൽ ശ്രദ്ധിക്കുക. ഒരുപാട് സന്തോഷം ഞങ്ങളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തതിനും ഇത്രയും സമയം ചിലവഴിച്ചതിനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ പോയിന്റുകളൊക്കെ പറഞ്ഞതിനും ഒരുപാട് നന്ദി. മുന്നോട്ടുള്ള ജേർണിയിൽ എല്ലാ നന്മകളും നേരുന്നു. തീർച്ചയായിട്ടും ഈ വിജയത്തിൻ്റെ രുചി അറിഞ്ഞതിന് ശേഷം JRFലേക്കുള്ള പ്രയത്നം ഇനിയും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ, മികച്ചൊരു വിജയം നേടാനാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.